My precious children of God, I greet each one of you in the precious name of our Lord and Savior Jesus Christ. ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അമൂല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനങ്ങൾ. Today we are going to meditate from Matthew chapter 1 verse 21. ഇന്ന് മത്തായി 1:21 വാക്യം നമ്മൾ ധ്യാനിക്കുവാൻ പോകുകയാണ്. That verse says, "She will bear a son, and you shall call his name Jesus, and he will save his people from the sins." ആ വാക്യം പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടേണം. Yes, my friends, Jesus came to this world as a savior. അതെ സ്നേഹിതന്മാരെ, ഒരു രക്ഷകനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. He saves us from all kinds of unwanted qualities of this world. യേശു ലോകത്തിന്റെ സകലവിധ അനാവശ്യ സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. Every day we face so many problems. ദിനം പ്രതി നമ്മൾ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. Moses and Israelites had to cross through many problems. മോശയും ഇസ്രായേൽ മക്കളും നിരവധി പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. If you read Exodus chapter 15 verse 2 and Psalm 118 verses 13 and 14, it says, "You pushed me violently that I might fall, but the Lord helped me. He became my salvation." പുറപ്പാട് 15:2 സങ്കീർത്തനം 118:13-14 വാക്യങ്ങൾ പറയുന്നു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. 18 Psalm verse 14 says, "The Lord is my strength and song, and he has become my salvation." സങ്കീർത്തനം 118:14 വാക്യം പറയുന്നു, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. Yes, he is our savior. അതെ, യഹോവ നമ്മുടെ രക്ഷകനാകുന്നു. He is able to save us from all our troubles, നമ്മുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. from our sinful life. നമ്മുടെ പാപ ജീവിതത്തിൽ നിന്നും Have the practice of looking unto him to be saved from all your troubles. നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനെ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന സ്വഭാവം നിങ്ങൾ സ്വന്തമാക്കും. If you read Luke chapter 5 verse 4, we read like this. നിങ്ങൾ ലൂക്കോസ് 5:4 വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. The Lord said to Simon, "Launch out into the deep and let down your nets for a catch." യേശു ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. What did Simon answer? അതിന് മറുപടിയായി ശീമോൻ എന്താണ് പറഞ്ഞത്? Simon answered and said to him, "Master, we have toiled all night, caught nothing. Nevertheless, at your word I will let down the net." ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. If you read the 6th verse, the Lord did a miracle. 6ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാം. When they had done this, they caught a great number of fish, and the net was breaking. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. When you have the Lord with you as a savior, you will be blessed with all kinds of blessings. ഒരു രക്ഷകനായി കർത്താവ് നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ സകലവിധ അനുഗ്രഹങ്ങളും പ്രാപിച്ച് നിങ്ങൾക്ക് അനുഗ്രഹീതരാകാം. When you read the word of God, when the Lord says, "Do this, do like this, do that," and if you obey God's word, you will be saved from all kinds of problems. ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ സകല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാം. Yes, Jesus is our savior. അതെ, യേശുവാകുന്നു നമ്മുടെ രക്ഷകൻ. We have to have him all the time with us. എപ്പോഴും യേശു നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. We will be covered with all his blessings when we have him all the time. യേശു എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ സകലവിധ ദൈവിക അനുഗ്രഹങ്ങളാലും നമ്മൾ നിറഞ്ഞിരിക്കും. Right now, let us commit our lives ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം. and ask the Lord to be with us all the time. എപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കുവാൻ കർത്താവിനോട് യാചിക്കാം. Lord, be with us all the time കർത്താവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ, and guide us and lead us. ഞങ്ങളെ വഴി നടത്തണമേ. You'll be blessed abundantly. നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹീതരാകും. Shall we commit our lives like that right now? നമുക്കതുപോലെ നമ്മുടെ ജീവിതം ഇപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. Father, we commit our lives
right now before you, Father. പിതാവേ, ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. Touch the hearts of your children. അങ്ങയുടെ മക്കളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. Lord, let them all search you and have you with them all the time. കർത്താവേ, അവർ എല്ലാവരും അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ, എപ്പോഴും അവരോടൊപ്പം വസിക്കണമേ. Guide them and lead them, Father. അവരെ വഴി നടത്തണമേ. Bless them, Lord. അവരെ അനുഗ്രഹിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.